ഈ നിരീശ്വരവാദികൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും നന്നായിട്ട് വൈസി ഡിഫെൻഡ് ചെയ്തത് ടോമി സെബാസ്റ്റ്യനാണ്. അദ്ദേഹം കണ്ടുപിടിച്ചൊരു കണക്കാണ് എത്ര 6000 എത്രാം വർഷം, 6000 ഒക്ടോബർ മാസമാണ് അദ്ദേഹത്തിന് എന്തോ വെളിപ്പാട് കിട്ടിയതാ. അദ്ദേഹത്തിന് വേണ്ടി ഒരു വെളിപ്പാട് കൂടെ കിട്ടി. ആഷറാണ് ഇത് കണ്ടുപിടിച്ചത്. ആഷർ ഗ്രേസസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഒരുപക്ഷെ ക്രിസ്ത്യ കോളത്തിൽ തന്നെ ഏറ്റവും കോൺട്രവേഴ്ഷ്യലായിട്ട് പറയപ്പെടുന്ന അപ്പോളജറ്റിക്സിൽ ഉള്ള ഒരു ടോപ്പിക്കാണ് ദി ഏജ് ഓഫ് ദി യൂണിവേഴ്സ്, പ്രപഞ്ചത്തിന്റെ ആയുസ്. ഞങ്ങൾ രണ്ടുപേരും പലപ്പോഴും പല യൂത്ത് ക്യാമ്പുകളിലൊക്കെ സംസാരിക്കാനൊക്കെ പോകുമ്പം നമ്മുടെ പിള്ളേരൊക്കെ ജനറലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈസ് ദ യൂണിവേഴ്സ് 6000 years old? കാരണം ഈ ഒരു ചോദ്യത്തിന്റെ പിന്നിൽ ഇവര് ത്രൂ ഔട്ട് ദ വീക്ക് കോളേജിൽ പോയി സയൻസും ബിഗ് ബാങ്ങും എവല്യൂഷനും ഒക്കെ പഠിച്ചിട്ട് ഇതൊരു പ്രാസംഗം പറഞ്ഞ പോലെ സൺഡേ വന്ന് നോവയുടെ പെട്ടകം കളർ അടിക്കുന്നതുകൊണ്ട് അതിനൊരു ഉത്തരം അവിടുന്ന് കിട്ടുന്നില്ല. അപ്പോൾ ഇതൊരു ജെനുവൻ കൺഫ്യൂഷൻ ആണ്. പലപ്പോഴും നമ്മുടെ കുട്ടികൾ ചർച്ചയിലൊക്കെ അത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ മടിക്കുമെങ്കിലും ഞങ്ങൾ അപ്പോളജറ്റിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ ജനറലി നേരിടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഏജ് ഓഫ് ദി യൂണിവേഴ്സ്. ആശിഷ്, ഇതിനെപ്പറ്റി ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ബൈബിള് പറയുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ആക്ച്വലി നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദ ബൈബിൾ ഇസ് ഇന്നറന്റ് അല്ലേ. വേർഡ് ടു വേർഡ് ഇറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ഇറ്റ് ഈസ് ട്രൂ ഇൻ എവറിത്തിങ് ഇറ്റ് അഫേംസ്. ബൈബിൾ അഫേം ചെയ്യുന്ന എല്ലാ കാര്യത്തിലും അത് പറയുന്നത് സത്യമാണ്. പക്ഷേ നമ്മുടെ ഇന്റർപ്രിട്ടേഷൻസ് തെറ്റാണ് ആവാം. അതുപോലെ തന്നെ ഇതൊരു ഫണ്ടമെന്റൽ ഡോക്ടറിനെ അല്ല. ഏജ് ഓഫ് ദ യൂണിവേഴ്സ് ഇസ് നോട്ട് എ ഫണ്ടമെന്റൽ ഡോക്ടറിൻ. ഒരു സഭയുടെയും അല്ലെങ്കിൽ മെയിൻ സ്ട്രീം ചർച്ചസിന്റെ ഒന്നും ഒഫീഷ്യൽ ഡോക്യുമെന്റിൽ ഇന്ന പൊസിഷൻ അവരെടുക്കുന്നതൊന്നും കൊടുത്തിട്ടില്ല, ഇത്ര വർഷം ഉള്ളതൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഫണ്ടമെന്റൽ പ്രശ്നമല്ല. പക്ഷെ എന്തുകൊണ്ടോ ആൾക്കാർ ഈ ഇന്നറൻസിയെ ഈ ഒരു ലിറ്ററലിസമായിട്ട് ടൈ ചെയ്യും. അതായത് പക്ഷെ അങ്ങനെ ഒരു ലിറ്ററലായിട്ടല്ല ബൈബിൾ നമ്മൾ വായിക്കുന്നത്. നമുക്കറിയാം, സങ്കല്പത്തിലേക്ക് വരുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ വളരെ പോയിറ്റിക് ആണെന്ന് മനസ്സിലാക്കി അതേ രീതിയിൽ വായിക്കുകയും ചെയ്യും. അങ്ങനെ ബൈബിളിന്റെ പല ഭാഗത്തും പല രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്, രീതിയിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാറ്. അതുപോലെ തന്നെ ഈ ജെനസിസിലെ ഈ ഒരു ടൈം സ്പാനും ഒക്കെ എനിക്ക് തോന്നുന്നു ബൈബിൾ സ്കോളേഴ്സ് റഫ്ലി 3 ഇന്റർപ്രിട്ടേഷൻസ് ആണ് ഇതിന് കൊടുക്കുന്നത്. അതായത് 3 വ്യൂസ് ഉണ്ട്. ഇന്റർപ്രിട്ടേഷൻസ് മാത്രമല്ല, ഈ 3 വ്യൂസ് ഉണ്ട്. ഒന്നാണ് നമ്മൾ പോപ്പുലറി കേൾക്കുന്ന ഈ YEC, യങ് എർത്ത് ക്രിയേഷനിസം. നമുക്കറിയാം നമ്മുടെ പല സുഹൃത്തുക്കളും ഈ ഒരു വ്യൂ ഹോൾഡ് ചെയ്യുന്നത്. മറ്റ് വളരെ പണ്ഡിതരായിട്ടുള്ള സ്കോളേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഈ ഒരു വ്യൂ ഹോൾഡ് ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ട്. പക്ഷേ ഈ വ്യൂ മാത്രമല്ല, ദാറ്റ്സ് നോട്ട് ദി ഓൺലി വ്യൂ. കാരണം യങ് എർത്ത് ക്രിയേഷൻസ് അനുസരിച്ച് ഭൂമിക്കും പ്രപഞ്ചത്തിനും ഒരു 10,000 താഴെയുള്ള വർഷങ്ങൾ മനുഷ്യന്റെ ആയുസ് അല്ലെങ്കിൽ ഏജ് ഓഫ് ഹ്യൂമൻ ബീങ്സ് would be around 6,000 years. അതെ, ഇത് ബിബ്ലിക്കലി ഇതൊരു പ്രോബ്ലം അല്ല. കാരണം ബൈബിളിന്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ഡിഡ് ദ യൂണിവേഴ്സ് കെയിം ഇൻടു എക്സിസ്റ്റൻസ്, അത് പ്രൂവ് ചെയ്യാന്നുള്ള അല്ലല്ലോ. ബൈബിളിന്റെ എയിം എന്ന് പറഞ്ഞാൽ ഈ സാൽവേഷൻ, മനുഷ്യൻ എങ്ങനെ രക്ഷ കിട്ടും. ഒരാൾ YEC പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ സാൽവേഷൻ ഒന്നും ബാധിക്കും അല്ലേ. അതൊരു വൺ പൊസിഷൻ, അത് പല ആൾക്കാരും ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം പല ഉത്തരങ്ങൾക്കും ചോദ്യങ്ങൾക്കും അവർക്ക് ഉത്തരം കൊടുക്കണം. അതായത് എന്തുകൊണ്ടാണ് പ്രപഞ്ചം ഇത്രയും ഓൾഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഫീൽ മീൻസ് ഇറ്റ് ലുക്സ് ഓൾഡ്, എവിഡൻസ് ഓൾസോ. അപ്പോൾ അത് ഉത്തരം കൊടുക്കേണ്ടത് YEC ആൾക്കാരാണ്. അപ്പം അതൊരു പ്രോബ്ലമാണ്. എനിക്കറിയാം പല ആൻസേഴ്സും അവരിങ്ങനെ അവരുടെ ബ്ലോഗ് സൈറ്റ്സിലും അവരുടെ ചാനൽസിലൊക്കെ ഇടാറുണ്ട്. എനിക്കതൊന്നും കൺവിൻസിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. എവിഡൻസ് ഐ തിങ്ക് ഇസ് വെരി ക്ലിയർ. Right. That പ്രപഞ്ചം as a whole 13.8 billion years old. Right. അത് വീണ്ടും പല എംപിരിക്കൽ വെരിഫിക്കേഷൻസും ബിഗ് ബാങ് തിയറിക്കും അതെ വന്നിട്ടുണ്ട്. നമ്മളത് പല സ്ഥലത്ത് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഇവിടെ പറയേണ്ടതായിട്ടുണ്ട്. ഈ ബിബ്ലിക്കൽ ലിറ്ററലിസത്തെ പറ്റി പറഞ്ഞു. ഇത് YEC പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന YECകൾ മാത്രമല്ല, ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഏത്തിസ്റ്റുകളുമാണ്. അവർക്കൊരു കാരിക്കേച്ചർ ഉണ്ടാക്കിയിട്ട് ഒരു വൈക്കോൽ മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് അതിനെ അറ്റാക്ക് ചെയ്യാൻ ഏറ്റവും കൺവീനിയന്റ് ആണ് ഇപ്പം ഈ പൊസിഷൻ. മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു പൊസിഷൻ യങ് ക്രിയേഷനിസം ഒരു പൊസിഷൻ വളരെ റീസെന്റ് ആയിട്ടുള്ള പൊസിഷനാണ്. പല ആൾക്കാരും വിചാരിക്കുന്നത്
ബിഗ് ബാങ് വന്നതുകൊണ്ടോ അല്ലെങ്കിൽ എവല്യൂഷണറി തിയറി ഓഫ് എവല്യൂഷൻ വന്നതുകൊണ്ടോ ഒക്കെ നമ്മൾ എടുക്കുന്ന ഒരു പൊസിഷനാണ്. ഈ നിരീശ്വരവാദികൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും നന്നായിട്ട് വൈസി ഡിഫെൻഡ് ചെയ്തത് ടോമി സെബാസ്റ്റ്യനാണ്. അദ്ദേഹം കണ്ടുപിടിച്ചൊരു കണക്കാണ് എത്ര 6000 എത്രാം വർഷം 6000 ഒക്ടോബർ മാസമാണ്. അദ്ദേഹത്തിന് എന്തോ വെളിപ്പാട് കിട്ടിയതാ. അദ്ദേഹത്തിന് വേണ്ടി ഒരു വെളിപ്പാട് കൂടെ കിട്ടി. ആഷറാണ് ഇത് കണ്ടുപിടിച്ചത്. ആഷറാണ് ഇത് കണ്ടുപിടിച്ചത്. അത് പണ്ട് ക്ലബ് ഹൗസിൽ ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ എനിക്ക് നൻകൊടുത്തോട്ടം പാസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഞാൻ ഇരിക്കുന്ന ഒരു ക്ലബ് ഹൗസ് റൂമിൽ അദ്ദേഹം വന്ന് സംസാരിക്കുമ്പോഴത്തേന് ഈ പാസ്റ്റർ ഇതിന്റെ കണക്കിന്റെ ഈ 6000 കണക്കിന്റെ ചരിത്രം പറഞ്ഞു. അതൊരു റീസെന്റ് കണക്ക് കൂട്ടലാണല്ലോ, കാൽക്കുലേഷൻ ആണ്. ആ കാൽക്കുലേഷൻ ചെയ്ത ആളുടെ പേര് ആർച്ച് ബിഷപ്പ് അഷർ, 18th 19th സെഞ്ചുറി. അപ്പൊ അത് കേട്ടിട്ട് ഈ ടോമി സെബാസ്റ്റ്യൻ മറ്റൊരു റൂമിൽ പോയിട്ട് പറഞ്ഞ് ആഷറും പാസ്റ്ററും തമ്മിൽ അടിയായി. പക്ഷെ അദ്ദേഹം പറഞ്ഞ വേറൊരു ആഷറിനെ പറ്റിയായി. ഓക്കെ, അവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ യങ്ങർ ക്രിയേഷനിസം മാത്രമല്ല നമുക്കുള്ള അവൈലബിൾ ആയിട്ടുള്ള പൊസിഷൻ. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, പല ആൾക്കാരും നിരീശ്വരത്തിൽ ചിന്തിക്കുന്നത് ഈ ഒരു റീസെന്റ് ടൈമിലാണ് നമ്മൾ ഇങ്ങനത്തെ ആർഗ്യുമെന്റ്സ് ഡെവലപ്പ് ചെയ്തത്. അല്ല, സഭാപിതാക്കന്മാര് ചർച്ച് ഫാദേഴ്സ് ആലഗറിക്കലായിട്ടാണ് ജനസിസിനെ ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ അർത്ഥം ആ ഇന്റർപ്രിട്ടേഷൻ ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. ദാറ്റ് ഈസ് ദെയർ ഇന്റർപ്രിട്ടേഷൻ. അഗസ്റ്റിൻ ആയിക്കൊള്ളട്ടെ, ബേസിൽ ദ ഗ്രേറ്റ് ആയിക്കൊള്ളട്ടെ, ജസ്റ്റിൻ മാർട്ടർ ആയിക്കോട്ടെ, ഇവരൊക്കെ അലഗറിക്കലായിട്ടാണ് ജനസിസിനെ ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് ജസ്റ്റിൻ മാർട്ടർ ആണ് തോന്നുന്നത്. ഐ ഹാവ് ടു റെഫർ ദിസ്, ചെക്ക് ദിസ്. പക്ഷെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തിന് ഒരു ദിവസം 1000 ദിവസത്തെ പോലെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡേയ്സ് ഒരു പക്ഷേ ലോങ്ങർ ടൈം പീരീഡ് ആണെന്ന് ജസ്റ്റിൻ മാർട്ടർ പറയുന്നുണ്ട്. ഇത് ജസ്റ്റിൻ മാർട്ടറിന്റെ ടൈം എനിക്ക് ഫസ്റ്റ് സെക്കൻഡ് സെഞ്ചുറി ആണ്. അങ്ങനെ സ്പർജൻ വരെ, പിന്നെ ബെഞ്ചമിൻ വാർഫീൽഡ്, വെസ്ലി, ഇവരുടെ ഒക്കെ വർക്കുകൾ വായിച്ചു കഴിഞ്ഞാൽ വളരെ വിവിഡ് ആയിട്ടുള്ള വേറെ ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. ഒരു സെക്കൻഡ് ഇന്റർപ്രിട്ടേഷൻ ആണ് ഓൾഡ് എർത്ത് ക്രിയേഷൻസ്. അതായത് ഈ ഡേയ്സ് ഒരിക്കലും ഒരു ദിവസമല്ല, ഇത് നീണ്ടു നിൽക്കുന്ന എയോൺസ് ആണല്ലേ, ഏജസ് ആണ്. സോ ദാറ്റ് ഈസ് അനദർ ഇന്റർപ്രിട്ടേഷൻ. ഇനി ഈ ഇന്റർപ്രിട്ടേഷൻ നിങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ സാൽവേഷനെ ഇത് ബാധിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞ ഇന്റർപ്രിട്ടേഷൻ അല്ല, ഇന്റർപ്രിട്ടേഷൻ ഇസ് നോട്ട് ദ ഫൈനൽ തിങ്. കാരണം ഇന്റർപ്രിട്ടേഷൻ മാറാം. മാത്രമല്ല ഈ ഇന്റർപ്രിട്ടേഷൻ കൊണ്ട് നിങ്ങളുടെ സാൽവേഷൻ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇങ്ങനെ ഇന്റർപ്രിട്ടേഷൻ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, സാൽവേഷൻ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ഒരു തേർഡ് വ്യൂ കൂടെ ഉണ്ട് അല്ലേ, അതാണ് എവല്യൂഷണറി ക്രിയേഷനിസം. അതായത് ദൈവം എവല്യൂഷൻ യൂസ് ചെയ്താണ് ക്രിയേഷൻ ഉണ്ടാക്കിയത്. ഇതിനകത്തും വളരെ ന്യൂവാൻസസ് ഉണ്ട്. ചില വ്യൂസ്, ചില എവല്യൂഷണറി ക്രിയേഷൻ വ്യൂസ് ഒരുപക്ഷെ നമ്മുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള രീതിയിൽ നിന്നെങ്കിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം, ആ ഇന്റർപ്രിട്ടേഷൻ കൂടെ ചേർത്ത് വെക്കാം. പക്ഷെ ചില വ്യൂസ് കുറച്ച് എക്സ്ട്രീമാണ്. പക്ഷെ ഇതെല്ലാം ഇന്റർപ്രിട്ടേഷൻസ് ആണ്. സോ ഈ എല്ലാ ഇന്റർപ്രിട്ടേഷൻസും ബിബ്ലിക്കലി പ്രോബ്ലമാറ്റിക് അല്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എ പ്രോബ്ലം ഇൻ അക്സെപ്റ്റിംഗ് എനി ഓഫ് ദീസ് ഇന്റർപ്രിട്ടേഷൻ. YC ആയിക്കോട്ടെ, OEC ആയിക്കോട്ടെ, എവല്യൂഷണറി ക്രിയേഷനിസം ആയിക്കോട്ടെ. ഈ ബിഗിനിങ് ഓഫ് തിങ്സിനെ പറ്റി നമ്മൾ പറയുമ്പോഴത്തേന് ഉൽപ്പത്തി പുസ്തകം പല ഇന്റർപ്രിട്ടേഷന് പോസിബിൾ ആവുന്നതിന്റെ കാരണം ഇന്നേക്ക് 1000 കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ബുക്സ് ആണ്, അല്ലെങ്കിൽ റൈറ്റിംഗ്സ് ആണ്. ഞാൻ പലപ്പോഴും ഇതിനെ ഒരു കമ്പാരിറ്റീവ് രീതി പറയുന്നത് തിങ്സിനെ പറ്റി, അവസാനത്തെ കാര്യങ്ങളെ പറ്റി റെവലേഷനെ ആരും ലിറ്ററലായിട്ടല്ല എടുക്കുന്നത്. അതിന് പല ഇന്റർപ്രിട്ടേഷനുണ്ട്. ആ ഇന്റർപ്രിട്ടേഷൻ എസ്കറ്റോളജിക്ക് ടൈംസിന് പല ഇന്റർപ്രിട്ടേഷൻ നമ്മൾ പറയുമ്പം ആൾക്കാർ അത്രയും ട്രിഗർഡ് ആവാറില്ല. ട്രിഗർഡ് ആവാറുണ്ട്, അങ്ങനത്തെ ആൾക്കാരുണ്ട്, പ്രീ ട്രിബുലേഷൻ, പോസ്റ്റ് ട്രിബുലേഷൻ. അതുപോലെ തന്നെയാണ് ഉൽപ്പത്തി പുസ്തകം. ഉൽപ്പത്തി പുസ്തകത്തിൽ മോശയ്ക്ക് വെളിപ്പെട്ടത് ശാസ്ത്രമല്ല. ലെറ്റ് ദെയർ ബി ലൈറ്റിന് പകരം ലെറ്റ് ദെയർ ബി ലൈറ്റിന്റെ ഇക്വേഷൻ എഴുതി വെച്ചാൽ അത് മോശയ്ക്ക് മനസ്സിലാവത്തില്ല, ആ വായിക്കുന്ന ജനത്തിനും അത് മനസ്സിലാവത്തില്ല. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ഈസ് ക്ലിയർലി പോയിറ്റിക് അല്ലേ. നമ്മളിപ്പോൾ ഓൾറെഡി 3 വ്യൂസ് പറഞ്ഞു. പക്ഷേ ഗ്രേസേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞങ്ങൾ യങ് എർത്ത് ക്രിയേഷനിസം അതൊരു വ്യൂ ആയിട്ട് ഞങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യാറില്ല. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, we are not convinced. ബിബ്ലിക്കലിയും കൺവിൻസ്ഡ് അല്ല, സയന്റിഫിക്കലിയും. ബിബ്ലിക്കലി ഒരു കമ്പൽഷൻ ഇല്ല അങ്ങനെ ചെയ്യുന്നതിന്. Yeah, and then സയന്റിഫിക് ആയിട്ടുള്ള and biblical evidence also does not support
a younger view. യെസ്, വൈസി മാത്രമല്ല, വൈസിക്ക് ഒരു ഡാർക്ക് ഹിസ്റ്ററിയും കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു LNG വൈറ്റിന്റെ വിഷനിൽ നിന്നൊക്കെയാണ് ഇത് വരുന്നത്. അത് ഇൻസ്പയറിംഗ് ഫിലോസഫി അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്റർനെറ്റ് റിസോഴ്സസും കിട്ടും. അതൊരു ജനറ്റിക് ഫാലസി ആയിട്ടൊക്കെ വേണമെങ്കിൽ ആൾക്കാർക്ക് പറയാം, ഓക്കെ ഇതിന്റെ ഒറിജിൻ ഇതായതുകൊണ്ട് ഇത് തെറ്റാണ്, അങ്ങനെ നമ്മൾ പറയുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ അംഗീകരിക്കുന്ന ഒരു കാര്യം ഇതാണ്, വൈസി വിശ്വസിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ വൈസി ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഒരാളും അവരുടെ സാൽവേഷൻ ലൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ അവർ ലെസ് ക്രിസ്ത്യൻ ആവുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇന്റർപ്രിട്ടേഷൻസ് ഒരു ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഈ ഒരു വിഷയത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള പിള്ളേരുണ്ടെങ്കിൽ, കുട്ടികളുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പറഞ്ഞ വ്യൂസ് ഒന്ന് റെഫർ ചെയ്യുക. നിങ്ങൾ തീർച്ചയായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. കാരണം ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടിയ ആൻസേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ട്രെയിനിങ് മറ്റൊരു രീതിയിലായിരിക്കും നിങ്ങളെ ചിന്തിപ്പിച്ചത്. പക്ഷേ അങ്ങനെ നിങ്ങൾക്ക് ആ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ആ ഒരു റിസോഴ്സ് കിട്ടിയത് കൊണ്ട് ബൈബിളിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ, കറക്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ അതാകണമെന്നില്ല. നിങ്ങൾ തീർച്ചയായിട്ടും യു ക്യാൻ ലുക്ക് അറ്റ് മെറ്റീരിയൽസ് ദാറ്റ് ഹാവ് എ ഡിഫറെൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻ. മാത്രമല്ല ഈ ഇൻ്റർപ്രിട്ടേഷൻ മറ്റ് ഇൻ്റർപ്രിട്ടേഷനിൽ നിങ്ങൾ ഹോൾഡ് ഓൺ ടു ചെയ്യുന്നതുകൊണ്ട് യു ആർ നോട്ട് ബിക്കമിങ് എ ലെസർ ഓഫ് എ ക്രിസ്ത്യൻ, റൈറ്റ്? ആൻഡ് നമ്മൾ ഏതൊരു ടെക്സ്റ്റും അതിൻ്റെ ജോണറിൽ നിന്നാണ് വ്യാഖ്യാനിക്കേണ്ടത്. നിങ്ങൾ ആ സങ്കീർത്തനം വായിച്ചാൽ അത് പോയിറ്റിക്കാണ്, അത് പോയമാണ്. പോയിട്രി നമ്മൾ പറയുന്നത് ലിറ്ററലായിട്ട് നമ്മൾ എടുക്കാറില്ല. അതിന് ആശിഷ് എപ്പോഴും പറഞ്ഞൊരു എക്സാമ്പിളാണ്, നിന്റെ മുഖം ആയിരം സൂര്യനെ പോലെ ശോഭിക്കുന്നു പറഞ്ഞാൽ അത് ആളുടെ മുഖത്തൊരു ന്യൂക്ലിയർ ഫ്യൂഷൻ ഉണ്ടായെന്നല്ല. അപ്പം പോയിട്രിയെ പോയിട്രിയായിട്ട് തന്നെ കാണാം. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ പോയിറ്റിക് ഡിവൈസസ് വളരെ ക്ലിയർ ആണ്. അതിൽ ഒത്തിരി റിപ്പിറ്റേഷൻ ഉണ്ട്. ലെറ്റ് ദെയർ ബി, ലെറ്റ് ദെയർ ബി, ആൻഡ് ഗോഡ് സെഡ്, ആൻഡ് ഗോഡ് സെഡ്. അതുപോലെ തന്നെ there was morning and evening the first day, there was morning and evening the second day, God saw it was good. അങ്ങനത്തെ റിപ്പീറ്റേഷൻ ഉള്ള ഒരു പാർട്ടായിട്ട്, ഒരു പോയിട്രി ആയിട്ടാണ് മോശ ആ ഫുൾ ക്രിയേഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പക്ഷെ അതിനുള്ള ഒരു സയന്റിഫിക് അക്കൗണ്ട്, സയന്റിഫിക് ബയോളജിയും കോസ്മോളജിയും അല്ല അവിടെ എഴുതാൻ ആഗ്രഹിച്ചത്. ഓക്കെ, ബോട്ടം ലൈൻ, നിങ്ങൾ ഇതിൽ ഏത് വ്യൂ എടുത്താലും ആസ് ലോങ് ആസ് ഫണ്ടമെന്റൽ ക്രിസ്ത്യൻ ഡോക്ട്രിൻ, ഉൽപ്പത്തി പുസ്തകത്തിൽ ഫണ്ടമെന്റലായിട്ട് പറയുന്ന ക്രിസ്ത്യൻ ഡോക്ട്രിൻ അബൌട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതും മനുഷ്യന്റെ വീഴ്ചയും പാപത്തെ പറ്റിയൊക്കെയുള്ള ഫൗണ്ടേഷണൽ ഡോക്ട്രിൻസ് നിഷേധിക്കാത്ത ഏത് വ്യൂസ് ആണെങ്കിലും ഇറ്റ് ഈസ് കൺസിസ്റ്റന്റ് വിത്ത് ഫെയ്ത്ത്. അത് എനിക്കൊന്ന് സ്റ്റീഫൻ സി മയറാണ് പറയുന്നത്, ദാറ്റ് മൈ ഫെയ്ത്ത് ഇസ് നോട്ട് ബേസ്ഡ് ഓൺ ദി ഏജ് ഓഫ് ദ റോക്സ് ബട്ട് ദ റോക്ക് ഓഫ് ഏജസ്. കാരണം ഈ കല്ലുകളുടെ ആയുസ് അല്ല എൻ്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം, പക്ഷേ യുഗങ്ങളുടെ പാറ, ഓർ ദി റോക്ക് ഓഫ് ഏജസ്. സോ ഗ്രേസസിൽ ഞങ്ങൾ എടുക്കുന്ന വ്യൂ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആണ്. ഞങ്ങൾ YEC ഇസ് നോട്ട് വാട്ട് വി പ്രൊപ്പഗേറ്റ്. അത് നേരത്തെ പറഞ്ഞ പോലെ ബിബ്ലിക്കൽ റീസൺസും ഉണ്ട്, സയന്റിഫിക് എവിഡൻസും ഉണ്ട്. ഇതിനെപ്പറ്റി ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ ഇൻ ദ ഫ്യൂച്ചർ വീഡിയോസ് വി വിൽ ഡിസ്കസ്. പക്ഷേ ഈ ഒരു കാര്യം ഒരിക്കലും നിങ്ങളുടെ ഫെയ്ത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങളെ നയിക്കരുത്. ഇഫ് യു ഹാവ് ക്വസ്റ്റ്യൻസ്, റീച്ച് ഔട്ട് ടു അസ് ഓൺ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം ഒക്കെ നിങ്ങൾക്ക് ഞങ്ങളെ റീച്ച് ഔട്ട് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും.